ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ചെറിയ ഒരു ചട്ടിയിൽ വളർത്തിയ 1.5 വർഷം പ്രായമുള്ള തായ്ലൻഡ് റെഡ് ചാമ്പ രണ്ടാം പ്രാവശ്യം കായ്ച്ചു നിൽക്കുന്ന ചെടിയെപ്പറ്റിയാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇത് ഒരു നഴ്സറിയിൽ നിന്നും ചെറിയ ഒരു ഗ്രോ ബാഗിൽ വാങ്ങി ഞാൻ ചെറിയ ഒരു ചട്ടിയിൽ വച്ച് വളർത്തി. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പൂത്ത് കായ്ച്ചു 3 പൂവുകൾ മാത്രം ആയിട്ട് മാറി. ആ കായ് മൂത്ത് പഴുത്ത് നല്ല കടുത്ത ചുവപ്പ് നിറമായപ്പോൾ ആ കായ് പറിച്ചു ഞാൻ കഴിച്ചു നോക്കി. അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു, അതുപോലെ ക്രിസ്പി ആയിരുന്നു. ഈ വർഷം ശരിക്കും കായകൾ അതിലുണ്ടായി. കുറച്ചൊക്കെ ആദ്യം കൊഴിഞ്ഞു പോയി, കുറച്ച് കിളികളൊക്കെ കൊത്തി കളഞ്ഞു. ബാക്കിയാണ് ഈ ചെടിയിൽ നിങ്ങൾ കാണുന്നത്. കൂടുതൽ കായ്ച്ചത് കൊണ്ടായിരിക്കും കായ്കൾക്ക് പൊതുവേ വലിപ്പക്കുറവ് കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷം 3 കായകൾ മാത്രം പിടിച്ചപ്പോൾ നല്ല വലിപ്പം ഉണ്ടായിരുന്നു, അതുപോലെ അത്യാവശ്യം നല്ല മധുരവും ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും ഇപ്പോൾ ഞാൻ ഒരെണ്ണം പറിച്ചു കഴിച്ചു നോക്കി. മധുരം വളരെ കുറവായിരുന്നു. ഒരുപക്ഷെ അത് മൂപ്പത്താത്തത് കൊണ്ടായിരിക്കും. മൂപ്പെത്തുമ്പോൾ നല്ല കറുത്ത ചുവപ്പ് നിറമായി മാറുന്നതാണ്. അപ്പോൾ തന്നെ കായകൾ പറിച്ച് കഴിക്കേണ്ടതാണ്, അല്ലെങ്കിൽ എല്ലാ കായകളും കൊഴിഞ്ഞ് പോകുന്നതാണ്. അതുപോലെ പൊതുവിൽ ചില പ്രാവശ്യം കായ്ക്കുന്ന ചാമ്പകൾ നല്ല മധുരവും മറ്റ് ചിലപ്പോൾ മധുരക്കുറവും കാണിക്കാറുണ്ട്. ഞാനിത് സ്ഥലപരിമിതി മൂലമാണ് ചെറിയ ചട്ടിയിൽ നട്ട് വളർത്തുന്നത്. ഇത് തറയിൽ വെച്ചാൽ കുറച്ചുകൂടി നല്ല വലിപ്പത്തിൽ പെട്ടെന്ന് വളരുകയും കായകൾക്ക് നല്ല വലിപ്പം കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർ ചട്ടികളിലോ ഡ്രമ്മിലോ ഒക്കെ നടാവുന്നതാണ്. സ്ഥലമുള്ളവർ തറയിൽ നട്ട് വളർത്താവുന്നതാണ്. ഒരു വീട്ടിൽ ഒരു വെറൈറ്റി ചാമ്പ മതിയാവും. ഒരുപാട് വെറൈറ്റികൾ ഉണ്ടെങ്കിലും ആ കായകൾ കൂടുതൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ചാമ്പ, അത്യാവശ്യമായിട്ട് ഒരു ചാമ്പ മാത്രം മതിയാവും. ഒരുപാട് വെറൈറ്റി ചാമ്പകൾ നമ്മുടെ നാട്ടിലുള്ള നഴ്സറിയിൽ നിന്നും വാങ്ങാൻ കഴിയും. ആപ്പിൾ ചാമ്പ, ദൽഹാരി ചാമ്പ, ബെൽചാമ്പ, ബാലി ചാമ്പ മുതലായവ. ഇതുപോലുള്ള ഒരുപാട് പേരുകളിലുള്ള ചാമ്പകൾ ഇന്ന് നഴ്സറിയിൽ നിന്നും സുലഭമായി ലഭിക്കുന്നതാണ്. അതുപോലെ പല നഴ്സറികളും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരേ ചാമ്പകൾ തന്നെ പല പേരുകളിലും അവർ വിൽപ്പന നടത്താറുണ്ട്. അത് അവരുടെ ഒരു ടെക്നിക്കാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരുപാട് പറ്റിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നഴ്സറിയിൽ നിന്ന് മാത്രം വാങ്ങി നടുക. അത് ചാമ്പയെന്നല്ല, ഏതൊരു ഫലവൃക്ഷ തൈകളായാലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ചാമ്പ ചെടികൾക്ക് സൂര്യപ്രകാശം പരിമിതമായിട്ട് മാത്രം മതി. അതായത് ഒരുപാട് നേരം സൂര്യപ്രകാശം അത്യാവശ്യമില്ല. അത് കുറച്ച് ഷെയ്ഡൊക്കെ ആയാലും ഇത് നല്ലതുപോലെ കായ്ക്കുന്നതാണ്. അതുപോലെ തന്നെ ജലസേചനവും കുറച്ചു മതി. ദിവസവും ഒരു നേരം കുറച്ച് ജലം മാത്രം കൊടുത്താൽ മതി. മാത്രമല്ല, കായകൾ പിടിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മൾ സൂര്യപ്രകാശം കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ആ കായകളൊക്കെ ബേണായി പോകാറുണ്ട്, നശിച്ചു പോകാറുണ്ട്. അതുകൊണ്ട് സൂര്യപ്രകാശം കുറച്ചു മതി. അതുപോലെ ജലസേചനവും വളരെ കുറച്ച് മാത്രം കൊടുത്താൽ മതി. കൂടുതൽ ജലസേചനം കൊടുക്കുകയാണെങ്കിൽ അത് ഫംഗസ് കയറി ആ ചെടി നശിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് കടലപ്പിണ്ണാക്ക് മുളിപ്പിച്ച് ഒരാഴ്ച കൂടുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. വർഷത്തിലെ 1-2 പ്രാവശ്യം അല്പം പൊട്ടാഷ് ജലത്തിൽ ലയിപ്പിച്ച് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതൽ കായകൾ പിടിക്കുന്നതിന് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുന്നു, നല്ല ചുവപ്പ് നിറമായില്ല, ചുവപ്പ് ആയി നല്ല കറുപ്പായി. ഇത് കട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് സീഡ്ലെസ് ആണ്. അപ്പോൾ ഈ തായ്ലൻഡ് ചാമ്പകളെല്ലാം സീഡ്ലെസ് ആണ്.
അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ എയർ ലെയറിങ് വഴിയാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ കഴിച്ചു നോക്കി വളരെ മധുരം കുറവാണ്. നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.